പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ ഓരോ സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം ആലോചിക്കും വല്ലാത്ത സങ്കടം തോന്നും. കോതമംഗലത്ത് ആ പെൺകുട്ടിയുടെ ആത്മഹത്യ വളരെ ജീവനുതുല്യം സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരൻ കാമുകനാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല അയാൾക്ക് വേറെ എന്തൊക്കെയോ താല്പര്യങ്ങൾ ഉണ്ടായിരുന്ന വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ ഈ പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട സംഭവമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മാത്രമല്ല പെൺകുട്ടികളെ വലയിലാക്കുകയും പിന്നീട് അവരെ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം കേരളത്തിൽ കൂടുകയാണോ? സംശയിക്കണം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഏറ്റവും സങ്കടകരമായൊരു വാർത്ത ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് 2 പേർ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിൾ, ജോസഫ് എന്നിവരാണ് മരിച്ചത്. 5 പേർ പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കാണാതായ 2 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമേഷ് പറയൂ. ദാരുണമായ സംഭവമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി മത്സ്യബന്ധനത്തിന് പോയ ചെറിയ വെള്ളം, ഇത് ചെറിയ വെള്ളമായിരുന്നു. അഞ്ചുതെങ്ങ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കർമ്മലമാത എന്ന വള്ളമാണ് മറിഞ്ഞത്. ശക്തമായ തിരയിൽപ്പെട്ടാണ് മറിഞ്ഞത്. ഇതിൽ 3 പേരെ കരക്കെത്തിച്ചു. അതിൽ 2 പേർ മരിച്ചു. ആദ്യം ആശുപത്രിയിലേക്ക് പോകും വഴി 68 വയസ്സുള്ള മൈക്കിളും അഞ്ചുതെങ്ങ് സ്വദേശി തന്നെയാണ്. അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിളിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സ്ഥിരീകരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ജോസഫിന്റെ മരണം. ജോസഫിനെ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയപ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ ഒരാൾ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. മറ്റു 2 പേർ ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല. ഇപ്പോൾ കടലിൽ തിരച്ചിൽ തുടരുകയാണ്. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും പ്രാദേശികമായി ഈ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. എന്തായാലും വളരെ ദാരുണമായ സംഭവം. 2 ദിവസം മുൻപ് 20 പേർ പോയ വള്ളമാണ് മുതലപ്പുഴയിൽ മറിഞ്ഞത്. അതിനുശേഷം ഇന്നാണ് അപകടം ഉണ്ടായത്. എന്തായാലും ഓരോ ഘട്ടങ്ങളിലും ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള പല പ്രവർത്തനങ്ങളും സർക്കാർ ചെയ്യുമ്പോഴും അതൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ല. മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം, ഈ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം അത് വലിയ രീതിയിൽ കൂടുകയാണ്. ഈ മത്സ്യബന്ധനത്തിന് വേണ്ടി ചെറുവള്ളങ്ങളിലെല്ലാം അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത്തരത്തിൽ ഒരു ആശങ്കയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നത്. ആ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. എന്തായാലും 2 രക്തസാക്ഷികൾ കൂടി ഉണ്ടായിരിക്കുന്നു. മൈക്കിൾ, ജോസഫ് എന്നിവരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. 2 പേർക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. എസ്കേൻ, ഇപ്പോൾ കണ്ടെത്താനുള്ള 2 പേർ മറ്റൊരു വള്ളത്തിൽ രക്ഷപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. മാത്രമല്ല മുതലപ്പുഴ ഇപ്പോൾ ഒരു അപകടപ്പുഴയായിട്ട് മാറിക്കഴിഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ കുറേ പരാതികൾ നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളൊക്കെ പറയാറുണ്ട്. പക്ഷേ അവരുടെ പരാതികളൊന്നും കാര്യമായി പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനം 2 പേർ മരിച്ചു, 2 പേരെ കാണാനുമില്ല എന്നുള്ള വാർത്ത വരികയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? പ്രതിഷേധത്തിലാണോ അവർ? നമ്മൾ മുതലപ്പുഴയിലേക്ക് പോവുകയാണ്. അവർ നിരന്തരമായി ഈ പ്രശ്നങ്ങളെല്ലാം പലപ്പോഴും വളരെ വൈകാരികമായി തന്നെ ഈ ഭരണാധികാരികളുടെയും ഫിഷറീസ് വകുപ്പിൻ്റെയും മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അവരുടെ ജീവൻ്റെ വിലയാണ് അവർ ചോദിക്കുന്നത്. അവരുടെ നിത്യ ജോലിയാണ് ഈ മത്സ്യബന്ധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് മാറ്റിവെക്കാൻ കഴിയില്ല. അവർക്ക് ജീവൻ ഉറപ്പ് നൽകുക എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. എന്തായാലും ഈ ജനങ്ങൾ വൈകാരികമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ തന്നെ ഒരുപക്ഷെ ഒരു അരമണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തും. അത് എത്തിക്കഴിഞ്ഞാൽ ലൈവായി തന്നെ നമുക്ക് ഈ പ്രാദേശികവാസികൾ അവരുടെ അനുഭവങ്ങൾ എന്നിവയെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയും. എസ്കേൻ, മറ്റൊരു വാർത്തയിലേക്ക്. എന്തായാലും സങ്കടകരമായ വാർത്തയാണ്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് 2 പേർ മരിച്ചു, 2 പേരെ കാണാനില്ല എന്ന് വാർത്ത വരുന്നു. മറ്റു 2 പേർ മറ്റൊരു വള്ളത്തിൽ രക്ഷപ്പെട്ടു എന്ന വാർത്ത കൂടി വരികയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ആലപ്പുഴയിലെ ബിന്ദു തിരോധാന കേസ് അട്ടിമറിച്ചത് പോലീസിലെ ഉന്നതർ എന്ന വാർത്ത വരുന്നുണ്ട്. ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ ക്രൈംബ്രാഞ്ച് ADGPക്ക് ഇത് സംബന്ധിച്ചൊരു പരാതി കൊടുത്തു. സെബാസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് അന്വേഷണ സംഘം പണം വാങ്ങിയെന്നും ആരോപണമായിരുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ആണ്. ഇതിനെക്കുറിച്ചൊരു പ്രതികരണം ആദ്യം നമുക്ക് കാണാം. നമ്മുടെ ബിന്ദുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തുടക്കം മുതലേ നമ്മൾ പറയുന്ന കാര്യമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ നേരിട്ട് ഇടപെട്ടു എന്നുള്ളത്. അവർ സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ളൊരു ഇടപാട് നടത്തിയിട്ടുണ്ട്. അവർ തെളിവ് നശിപ്പിക്കലടക്കം ഈ ബിന്ദുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിനെ ചോദ്യം ചെയ്താൽ എങ്ങനെ പ്രതികരിക്കണമെന്നുവരെ അവർ കൃത്യമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും
അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ, ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി സെബാസ്റ്റ്യനിൽ നിന്ന് നേരിട്ട് പണം വാങ്ങിച്ചു എന്നൊക്കെ പരാതി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പരാതി, അതായത് ഈ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി എന്നുള്ളതിന് സ്ഥിരീകരണം ലഭിച്ചെന്നാണോ അശ്വിൻ പറയുന്നത്? SK 2017 ബിന്ദു പത്മനാഭനെ കാണാനില്ല എന്ന പരാതി ബിന്ദുവിന്റെ സഹോദരൻ പ്രവീണ പോലീസിന് നൽകുന്നത്. അന്ന് അത് പ്രത്യേക അന്വേഷണ സംഘമൊക്കെ വെച്ച് അന്വേഷിക്കുകയും ചെയ്തതാണ്. അന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി, ഒപ്പം അന്ന് ചേർത്തല DYSP ആയിരുന്ന ആൾ, ഇങ്ങനെ രണ്ടുപേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. ഇവർ സെബാസ്റ്റ്യനുമായി അടുത്തിടപഴകുകയും കേസ് അട്ടിമറിക്കാൻ സെബാസ്റ്റ്യനിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്തു എന്നുള്ള ഗുരുതര പരാതിയാണ് നിലവിൽ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ ഉന്നയിക്കുന്നത്. കേസിന്റെ തുടക്കകാലം മുതൽ തന്നെ ഉള്ള ആരോപണമാണ്. ഇപ്പോൾ അത് ഒരു ഔദ്യോഗിക പരാതിയായി ADGP ക്രൈംബ്രാഞ്ചിനും ഒപ്പം മുഖ്യമന്ത്രിക്കും DGPക്കുമൊക്കെ നൽകിയിരിക്കുകയാണ്. അവർ പ്രധാനമായി ആരോപിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഈ കേസിന്റെ തെളിവ് നശിപ്പിക്കാൻ സെബാസ്റ്റ്യനുമായി ഈ ഉദ്യോഗസ്ഥർ ചേർന്ന് പ്രവർത്തിച്ചു, അതിന്റെ ഭാഗമായി ലക്ഷങ്ങൾ ഇരുവർക്കും കൈക്കൂലിയായി നൽകി എന്നുള്ള ആരോപണമാണ്. ഈ തെളിവ് നശിപ്പിക്കാൻ അതിന് പിന്നിൽ സെബാസ്റ്റ്യനെ പോലൊരു സാധാരണക്കാരന് കഴിയുമോ എന്നുള്ള ചോദ്യം അവശേഷിച്ചിരുന്നു. അതിന് ഇപ്പോൾ ഒരു ഉത്തരം കൂടിയാണ് ഈ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിലിന്റെ പരാതിയിലൂടെ ഉയരുന്നത്. അത് എങ്ങനെ തെളിവ് നശിപ്പിക്കണം, ഭാവിയിൽ അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ എങ്ങനെ അത് നശിപ്പിക്കണം എന്നുള്ള ഒരു ഉപദേശം സെബാസ്റ്റ്യന് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് പരാതി. അത് നമുക്ക് സാധൂകരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടെത്തിയതുമാണ്. കാരണം അന്ന് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ തലയോട്ടിയും തുടയെല്ലുകളുടെ ഭാഗവും മാത്രമാണ്. അത് എവിടെ സംസ്കരിച്ചു, ബാക്കി ശരീരഭാഗങ്ങൾ എവിടെയാണ് എന്നുള്ളതൊന്നും ഈ ഇത്രയും വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന് പിന്നിലൊരു വിദഗ്ധ ഉപദേശം സെബാസ്റ്റ്യന് കിട്ടി എന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആധികാരികമായ കാര്യം. ഒപ്പം രണ്ടാമത്തെ കാര്യം, ഈ അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും കാലത്ത് സെബാസ്റ്റ്യനെ പിടിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ എങ്ങനെ അവരോട് പെരുമാറണം, ഏത് രീതിയിൽ മറുപടി പറയണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ പരിശീലനം സെബാസ്റ്റ്യന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകി എന്നുള്ളൊരു ആരോപണം കൂടി പരാതിയിലുണ്ട്. അതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഭാഗമല്ല എന്നുള്ള മറുപടിയാണ് ഇത്രയും കാലത്തെ ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ സെബാസ്റ്റ്യൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുസമൂഹം കൂടി പറയുന്നുണ്ട്. നാട്ടുകാരും ഈ കാര്യങ്ങളെല്ലാം ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമൊക്കെയായി ബന്ധപ്പെട്ട മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഈ 2017 ബിന്ദു പത്മനാഭന്റെ കേസ് വരുന്നത്. ആ കാലത്ത് സെബാസ്റ്റ്യൻ പലരുടെയും ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നു. അന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ആൾ പള്ളിപ്പുറത്ത് നിന്ന് ഉദയം ചെയ്ത മോൺസൺ മാവുങ്കലാണ്. മോൺസൺ മാവുങ്കലിൻ്റെ തുടക്കകാലം ചേർത്തല പള്ളിപ്പുറത്തായിരുന്നു. ഈ മോൺസൺ മാവുങ്കലിൻ്റെ ഡ്രൈവറായി ഏറെ വർഷക്കാലം ഈ സെബാസ്റ്റ്യൻ പ്രവർത്തിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ട ആരോപണങ്ങൾ തന്നെയാണ് നിലവിൽ ഈ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ DGPക്ക് നൽകിയിരിക്കുന്നത്. ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും കേസിന്റെ ഭാഗമായി അവരെ ചോദ്യം ചെയ്യണമെന്നുമാണ് ആക്ഷൻ കൗൺസിൽ ADGP ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ ഒരുപക്ഷെ അന്വേഷണത്തിന് ഗുണകരമാകുന്ന പലതും കണ്ടെത്തിയേക്കാം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം. ഒരുപക്ഷെ ഈ പരാതി ADGP ക്രൈംബ്രാഞ്ച് മുഖവിലേക്കെടുത്താൽ, അത് കാര്യമായി പരിഗണിച്ചാൽ ബിന്ദു പത്മനാഭൻ കേസിൽ വർഷങ്ങളായി തെളിയാതെ കിടക്കുന്ന ഒരു തുമ്പും ലഭിക്കാത്ത ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ എന്തെങ്കിലുമൊക്കെ വെളിച്ചം വീശുന്ന തെളിവുകൾ ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കിട്ടിയേക്കാമെന്നുള്ളതാണ് പ്രതീക്ഷ. നിലവിൽ ഈ പരാതി ക്രൈംബ്രാഞ്ച് ADGPയുടെ മുന്നിലുണ്ട്. വരും ദിവസങ്ങളിൽ അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നാളെ സെബാസ്റ്റ്യന്റെ റിമാൻഡ് കാലാവധി കഴിയുകയാണ്. അത് കോടതിയിൽ ഈ സെബാസ്റ്റ്യനെ ഹാജരാക്കുന്നുണ്ട്. നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. കസ്റ്റഡി കാലാവധി കഴിയാൻ നാളെ കഴിഞ്ഞുകൂടി സമയമുണ്ട്. ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായ തെളിവ് കിട്ടുമോ എന്നുള്ളതാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. ഇന്ന് ആലപ്പുഴയിൽ രണ്ട് നിർണായകമായ ചോദ്യം ചെയ്യലുകൾ നടന്നിരുന്നു. കോട്ടയം ക്രൈംബ്രാഞ്ച് ആലപ്പുഴയിൽ നേരിട്ടെത്തിയാണ് ചോദ്യം ചെയ്യലുകൾ നടത്തിയത്. ഒന്ന്, ഈ സെബാസ്റ്റ്യന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന ഷീജയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് സതീശൻ എന്ന് പറയുന്ന സെബാസ്റ്റ്യന്റെ സുഹൃത്താണ്. ഈ രണ്ടുപേരെ നേരിട്ടെത്തി എന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യമായൊന്നും ഇവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൃത്യമായ പരിശീലനം, ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഉണ്ടായാൽ എന്തു പറയണം എന്നുള്ള പരിശീലനം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നൽകി എന്നുള്ളതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ. എന്തായാലും പരാതി ADGP ക്രൈംബ്രാഞ്ചിന് മുന്നിലുണ്ട്. അത് അന്വേഷിക്കാൻ അവർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള നിർണായക ചോദ്യം. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ മാത്യു ചോദിക്കുന്നു, പോലീസുകാർ അങ്ങനെയും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ സെബാസ്റ്റ്യൻ ഇതുവരെ ഒന്നും പുറത്തു പറയാത്തത്? അങ്ങനെയാണെങ്കിൽ അയാൾ ബുദ്ധിമാനാണ്, അയാൾ രക്ഷപ്പെടുമെന്ന് കൂടി ചില പ്രേക്ഷകർ പറയുന്നു.
വിഭജന ഭീതി ദിനാചരണ വിഷയം, അതായത് പാർട്ടീഷൻ ഹൊറർ ഡേ, അതിൻ്റെ വിഷയത്തിൽ ഗവർണറുടെ നടപടി പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാറിൻ്റെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾക്കനുസൃതമായി പ്രവർത്തന പദ്ധതികൾ രാജ്ഭവനിൽ നിന്നും പുറപ്പെടുവിക്കുകയാണ്. ഗവർണറുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ്. അത്തരമൊരു അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി നമ്മുടെ സർവകലാശാലകളെ വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗവർണർ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുന്നുവെന്ന് മന്ത്രി ശിവൻകുട്ടിയും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രാജ്ഭവനെതിരായിട്ട് ഇക്കാര്യത്തിൽ സംസാരിക്കുന്നു. സംസ്ഥാനത്തെ സർവകലാശാലകൾ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണർ അഥവാ ചാൻസലറുടെ നിർദ്ദേശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. SKN സൂചിപ്പിച്ച പോലെ സംസ്ഥാന മന്ത്രിസഭയിലെ വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ നേരത്തെ തന്നെ ഗവർണറുടെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി ഗവർണർക്കെതിരെ നിശ്ചിത വിമർശനവുമായി രംഗത്ത് വരികയാണ്. നേരത്തെ ബ്രിട്ടീഷ് ദാസന്മാരായി സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാതെ കഴിഞ്ഞിരുന്ന സംഘപരിവാർക്കാരുടെ തലയിൽ ഉദിച്ച ആശയമാണ് ഈ വിഭജന ഭീതി ദിനം. അത് സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ നടത്തുന്നതെന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. സംഘപരിവാറിൻ്റെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾക്കനുസൃതമായ പ്രവർത്തന പദ്ധതികൾ രാജ്ഭവനിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് മുഖ്യമന്ത്രി വിമർശിക്കുന്നു. ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മദിനമായി ആചരിക്കാൻ വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ അയച്ച് ഗവർണർ നടപടി പ്രതിഷേധാർഹമാണെന്നും ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇത്തരമൊരു അജണ്ട സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനുവദിക്കേണ്ടതില്ല, അത് അത്തരം അജണ്ടകളുടെ വേദിയായി നമ്മുടെ സർവകലാശാലകൾ മാറേണ്ടതില്ല എന്ന് കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. സർക്കാർ കടുത്ത നിലപാടിലേക്ക് എത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന. സർക്കാരും മന്ത്രിസഭയും ഗവർണറുടെ ഈ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിർദ്ദേശത്തെ നഖശികാന്തം എതിർക്കുകയാണ്. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. രാജ്ഭവനിൽ നിന്ന് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല, സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 15 തൊട്ട് തലേദിവസം രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിൻ്റെ തിരക്കുകൾക്ക് ഇടയിൽ ഇങ്ങനൊരു പാർട്ടീഷൻ ഹൊറർ ഡേ കൂടി ആഘോഷിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം എത്രമാത്രം കേരളം പോലൊരു സംസ്ഥാനത്ത് സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തെ അദ്ദേഹത്തിന് അത്ര കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഗവർണർ രാജ്ഭവനെ RSSൻ്റെ കാര്യാലയം പോലെയാക്കുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. വിഭജന ഭീതി ദിനം എന്നത് നെറികെട്ട നിർദ്ദേശമാണ്. സ്വാതന്ത്ര്യദിനത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ദിനമാണ് ഓഗസ്റ്റ് 14. എല്ലാ ജനങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ RSSകാർ കാണികളായി പോലും ഉണ്ടായിരുന്നില്ല. അവർ സാമ്രാജ്യത്വത്തിൻ്റെ പാദം നക്കാൻ പോയതായി ബിനോയ് വിശ്വം ആക്ഷേപിച്ചു. ഗവർണർ ആർലേക്കർ രാജ്ഭവനെ വീണ്ടും RSSൻ്റെ ഒരു കാര്യാലയം പോലെ ആക്കുകയാണ്. ഇന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളും അവയുടെ മുൻകൈയിൽ എല്ലാ കോളേജുകളിലും ഓഗസ്റ്റ് 14 ഹൊറർ ഡേ ആയിട്ട് ആചരിക്കണമെന്നാണ്. എന്തൊരു നെറികെട്ട ദേശദ്രോഹ പ്രവൃത്തിയാണെന്ന് എല്ലാ ഇന്ത്യക്കാരും ചോദിക്കുകയാണ്. ഗവർണർ മറ്റൊരു വാർത്തയിലേക്ക്. വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്നതിനായി കൊണ്ടുവന്ന ഡിജിറ്റൽ സർവകലാശാല നിയമ ഭേദഗതി ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം കൊടുക്കില്ല. താൽക്കാലിക VC നിയമനം സംബന്ധിച്ച കേസിന് ബലം പകരാനുള്ള സർക്കാർ നീക്കമാണ് നിയമ ഭേദഗതി ഓർഡിനൻസ് എന്നാണ് ഗവർണർ വിലയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭായോഗമാണ് ഡിജിറ്റൽ സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചത്. VC നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരുന്നു നിയമ ഭേദഗതിയിലൂടെ വരുത്തിയത്. ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകാതെ നിയമം പ്രാബല്യത്തിൽ വരില്ല. മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസ് രാജ്ഭവനിലെത്തിയെങ്കിലും ഗവർണർ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. VC നിയമനത്തിൽ സർക്കാരിൻ്റെ മേധാവിത്വം ഉറപ്പാക്കുന്ന ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെക്കില്ല. ഓർഡിനൻസ് പാസാക്കിയവർ പോലും അതിന് അംഗീകാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് രാജ്ഭവന്റെ പ്രതികരണം. താൽക്കാലിക VC നിയമനം സംബന്ധിച്ച കേസിലെ വാദങ്ങൾക്ക് ബലം പകരുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നതെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ. സർവകലാശാലകളിലെ VC നിയമനത്തിന് സർക്കാരും ഗവർണറും യോജിച്ച് സംവിധാനമൊരുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇതുപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്ന വാദമുയർത്താനാണ് സർക്കാർ തിടുക്കപ്പെട്ട് ഓർഡിനൻസ് പുറപ്പെടുവിച്ചതെന്നും ഗവർണർ കരുതുന്നു. മറ്റന്നാൾ കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. കോടതി നിർദ്ദേശം അറിഞ്ഞ ശേഷമായിരിക്കും സർക്കാരിൻ്റെ അടുത്ത നീക്കങ്ങൾ. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് സജി നന്ദ്യാട്ട്. സാന്ദ്ര തോമസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സിനിമാ സംഘടനകളുമായി തർക്കത്തിലായിരുന്നു. ഫിലിം ചേംബർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നുവെന്നും അതിനെതിരെ ഒരു വിഭാഗം പ്രവർത്തിച്ചുവെന്നും സജി നന്ദ്യാട്ട് 24 പറഞ്ഞു. കേരള ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി അല്ല, ഞാൻ ഇപ്പോഴാണ് ചോദിച്ചത്. അരമണിക്കൂറായിരുന്നു.
കാരണം ഫിലിം ചേംബർ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഡിസ്ട്രിബ്യൂട്ടർ വിഭാഗത്തിലാണ്, ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് ചേംബറിൽ മെമ്പർ ആയിട്ടുള്ളവർക്കാണ് പ്രസിഡന്റ് സ്ഥാനം. അപ്പൊ ഞാനാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടത്. അപ്പൊ അതിൽ പ്രസിഡന്റ് ആയി ഞാൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടി എന്റെ അംഗത്വം അയോഗ്യമാക്കാൻ വേണ്ടി നടത്തിയ, അയോഗ്യത ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചു. അങ്ങനെ എന്റെ ഡിസ്ട്രിബ്യൂട്ടറിലുള്ള അംഗത്തെ ഇന്ന് റദ്ദ് ചെയ്തു. ആര്? കമ്മിറ്റി. ബൈലോയ്ക്കകത്ത് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ആ ബൈലോ പ്രകാരം സാന്ദ്ര തോമസ് എലിജിബിളാണെന്ന് ഞാൻ പറഞ്ഞത്. ബാക്കി എനിക്കറിയില്ല. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിനന്ദ്, സജി നന്ദ്യാട്ട് മടങ്ങി, എന്താ കാരണം? ഈ മാസം 27-നാണ് ഫിലിം ചേംബറിലെ ഭാരവാഹി തിരഞ്ഞെടുപ്പ്. ഭാരവാഹി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള യോഗമായിരുന്നു ഇന്ന് ഫിലിം ചേംബർ ഓഫീസിൽ നടന്നത്. അതിനകത്ത് പ്രധാനമായും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ആയിരുന്നു ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരു ഇതുള്ളത്. കാരണം കഴിഞ്ഞ തവണ അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അംഗമാണ് ഫിലിം ചേംബർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും. ഇത്തവണ എങ്ങനെയാണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലെ അംഗമായിരിക്കണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ സജി നന്ദ്യാട്ടായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടിരുന്നത്. ആ കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ തനിക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു വിഭാഗം പുറത്തു വരുന്നു, മറ്റൊരു വിഭാഗം രംഗത്തെത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിനെതിരെ കൂട്ടശ്രമം നടക്കുന്നതായി അറിയുന്നു. ഈ ഭൂമി ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട ഫിലിം ചേംബറിലെ നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നത്തെ തുടർന്ന് തന്നെ താനുമായിട്ട് സിനിമാ സംഘടനകൾ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് സജി നന്ദ്യാട്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക തള്ളുന്നു. അങ്ങനെ സാന്ദ്ര തോമസിന്റെ പിന്തുണയുമായി മറ്റുള്ള നിർമ്മാതാക്കളെല്ലാം സാന്ദ്ര തോമസിനെ എതിർത്ത് നിന്ന സമയത്ത് പിന്തുണയുമായി എത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സജി നന്ദ്യാട്ട്. അങ്ങനെ സാന്ദ്ര തോമസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തർക്കം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനെയാണ് ഇപ്പോൾ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ അംഗത്വം റദ്ദാക്കി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും സജി നന്ദ്യാട്ട് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഈ മാസം 14-നാണ്. നിർമ്മാതാക്കളുടെ സംഘടന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് സജി നന്ദ്യാട്ട്. ആ സജി നന്ദ്യാട്ടിനെ ഒതുക്കാനായിട്ട് പലതരത്തിലുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ സജി നന്ദ്യാട്ട് തന്നെ ശരിവെക്കുകയാണ്. തനിക്കെതിരെ ഗൂഢമായ ശ്രമം കാലമായി ഇവിടെ നടക്കുന്നുണ്ട്. സിനിമാ കോൺക്ലേവിലടക്കം തനിക്ക് വേണ്ടുന്ന പരിഗണന ലഭിച്ചില്ല എന്നതടക്കം ഉള്ള പരാതികൾ നേരത്തെ തന്നെ സജി നന്ദ്യാട്ട് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സജി നന്ദ്യാട്ട് രാജിവെച്ചതായി അറിയിച്ചിരിക്കുന്നത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീരാജ് കാലിക്കട്ട് കമന്റ് ബോക്സിൽ കുറിച്ചിരിക്കുന്നു, പുതിയ കോട്ടും സൂട്ടും ഒക്കെ കൊള്ളാം, ഇനി മറ്റുള്ളവർ ഇതും കോപ്പി അടിക്കും. എപ്പോൾ അടിച്ചെന്ന് ചോദിച്ചുണ്ടാവും മതി, അത് പ്രശ്നമില്ല. അപ്പം നമ്മളെ കൊണ്ട് കോട്ട് കുരിക്കുന്ന രീതിയിൽ അടിച്ചു മാറ്റുമവർ. വോട്ടുകൊള്ള ആരോപണത്തിൽ രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധ കടൽ തീർത്ത് പ്രതിപക്ഷം. പാർലമെന്റിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ 300ഓളം പ്രതിപക്ഷ MP-മാർ പങ്കെടുത്തു. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ പ്രത്യേക യോഗം നാളെ ചേരുകയാണ്. സമീപകാലത്തെ വലിയ പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. വിയോജിപ്പുകൾ മാറ്റിവെച്ച് ഇന്ത്യ സഖ്യം ഒന്നിക്കുന്ന കാഴ്ചയ്ക്കും ഡൽഹി വേദിയായി. വോട്ടുകൊള്ള, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. തട്ടിപ്പ് നടത്തി അധികാരത്തിൽ കയറി BJP ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്തി നാണം കെട്ട അവസ്ഥയിലെത്തിയിരിക്കുക. രാജ്യത്തെ വോട്ടർ പട്ടിക അവർക്ക് അനുകൂലമായി വോട്ടർ പട്ടിക മാറ്റാണ്. അതിന്റെ അർത്ഥം രാജ്യത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏകാധിപത്യ ഇന്ത്യയെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന നിലയിലേക്ക് മാറാൻ പാടില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ച്. എന്നാൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമെന്ന് രാഹുൽ. ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है. റോഡിൽ കുത്തിയിരുന്ന് MP-മാർ പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധി, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മുഴുവൻ MP-മാരെയും ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ച കോൺഗ്രസ് ഒഴിവാക്കി. और अभी कहती है कि 30 सांसद आ सकते हैं. हमारी मांग थी कि सारे विपक्ष के सांसद सामूहिक ढंग से उनको एक दस्तावेज पेश करें. अभी हमें यहीं रोका गया है. निर्वाचन सदन तक हमें चलने नहीं दी जा रही है. വിഷയം പാർലമെന്റിലും പ്രതിപക്ഷം ഉന്നയിച്ചു. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ പ്രത്യേക യോഗം നാളെ ചേരും. ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും യോഗമാണ് ചേരുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പാർലമെന്റിൽ ആരംഭിച്ച പ്രതിഷേധം നിരത്തുകളിലേക്ക് എത്തിയിരിക്കുന്നു.
ഇനി സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ സംയുക്ത തീരുമാനം. ടീം 24 ഡൽഹി. മറ്റൊരു വാർത്തയിലേക്ക്. വോട്ടുകൊള്ള ആരോപണത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിൽ പൊട്ടിത്തെറി. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ എതിർത്ത സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണ രാജിവെച്ചു. രാജണ്ണയുടെ പരാമർശത്തിൽ പ്രതിരോധത്തിലായതിനെ തുടർന്ന് ഹൈക്കമാൻഡ് രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. ಈ ವೋಟರ್ ಲಿಸ್ಟ್ ಎಲ್ಲ ಯಾವ ಕಾಲದಲ್ಲಿ ಮಾಡಿದ್ದು? ನಮ್ಮದೇ ಸರ್ಕಾರ ಇರೋವಾಗ ಮಾಡಿರೋದು. ಅವಾಗೆಲ್ಲ ಏನು ಕಣ್ಮುಚ್ಕೊಂಡು ಕೂತಿರ್ತಾರೆ ಎಲ್ಲರೂ. മാറ്റാടಬೇಕಾಗ್ತದೆ, ಏನು ಬೇಡ ಆಯ್ತಲ್ಲ. ಈಗ വോട്ടർ പട്ടിക പുതുക്കിയത് കോൺഗ്രസിന്റെ കാലത്താണെന്നും ക്രമക്കേട് കണ്ടെത്താതിരുന്നത് പാർട്ടിയുടെ തെറ്റാണെന്നുമായിരുന്നു KN രാജണ്ണയുടെ വിമർശനം. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ ഈ പ്രതികരണമാണ് രാജിയിലേക്ക് നയിച്ചത്. പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തി BJPക്ക് ആയുധം നൽകുകയാണ് രാജണ്ണ ചെയ്തതെന്ന് DK ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അടുപ്പക്കാരനാണെങ്കിലും രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണത്തെ തള്ളിയതോടെ ഹൈക്കമാൻഡ് രാജണ്ണയുടെ രാജി ചോദിച്ചു വാങ്ങി. രാജിക്കത്ത് കൈമാറാനെത്തിയ രാജണ്ണ സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തി. രാഹുലിന്റെ ആരോപണം ഏറ്റെടുക്കാൻ ചില MLA-മാരും തയ്യാറായിട്ടില്ല. ആരോപണം സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്നാണ് ഇവരുടെ വാദം. രാജണ്ണയുടെ രാജിയിൽ കോൺഗ്രസിനെ വിമർശിച്ചും പരിഹസിച്ചും BJP നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. 24 ബംഗളൂരു. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ഒരു കാര്യം അറിയിക്കുന്നു. അലാറം അടിച്ചിട്ടും റെയിൽവേ ഗേറ്റിൽ വാഹനങ്ങൾ നിർത്താതെ പോയി. കോഴിക്കോട് 4-ാം ഗേറ്റിലാണ് ദുരന്തം ഒഴിവായത്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഗേറ്റ് അടയ്ക്കാൻ അലാറം അടിച്ചിട്ടും വാഹനങ്ങൾ കടന്നുപോയി. ഗേറ്റ്മാൻ്റെ ഇടപെടലിനെ തുടർന്നാണ് വലിയ അപകടം ഒഴിവായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ട്രാക്കിലെത്തിയാണ് ഗേറ്റ്മാൻ വാഹനങ്ങൾ നിയന്ത്രിച്ചത്. ഗേറ്റ് അടച്ച ഏതാനും നിമിഷങ്ങൾക്കകം എഞ്ചിൻ കടന്നുപോയി. ഇന്ന് വൈകിട്ട് 6:15 ഈ സംഭവം നടന്നത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നില്ല, മുതലപ്പുഴയിലുണ്ടായ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. ഇവിടെ മരിച്ചത് 5 തെങ്ങ് സ്വദേശികളായ മൈക്കിളും ജോസഫുമാണ്. വള്ളത്തിലാകെ ഉണ്ടായിരുന്ന 5 പേരായിരുന്നു. ഇതിൽ 2 പേർ മറ്റൊരു വള്ളത്തിൽ രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 പേരെ കാണാനില്ല എന്ന വാർത്ത ഇപ്പോഴും വരികയാണ്. മുതലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ സ്ഥലത്ത് അപകടം എപ്പോഴും പതിവാണ്. മുതലപ്പുഴി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു അപകടപ്പുഴിയായിട്ട് വള്ളം മറിഞ്ഞു കാണും എന്ന് ആരും കരുതി പോകുന്ന രീതിയിലുള്ള കാഴ്ചയാണ് അവിടെ ഉണ്ടാവുക. അതിൻ്റെ ഈ അപകടം നടന്ന സമയത്തുള്ള നേരിട്ടുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ അപകടത്തിൽ 2 പേർ മരിച്ചു, 2 പേരെ കാണാതായി. ജിനു, സുജിത്ത് എന്നിവർ മറ്റൊരു വള്ളത്തിൽ രക്ഷപ്പെട്ടുവെന്ന വിവരമുണ്ട്. മൈക്കിൾ ജോസഫ് എന്നിവരാണ് മരിച്ചത്. അനു കാലിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അപ്പോൾ കാണാതായവരെയും കണ്ടെത്തി കഴിഞ്ഞു. 2 പേർ മരിച്ചു എന്നുള്ളതാണ് മുതലപ്പുഴയിലുണ്ടായ ദുരന്തം. പൊതു സ്ഥാപനങ്ങൾ രേഖകളില്ലാതെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ റവന്യൂ വകുപ്പ് ഉദാരമാക്കിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പതിച്ചു നൽകുന്നത് ആരാധനാലയങ്ങൾ, ശ്മശാനങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൈവശ ഭൂമിയാണ്. ആരാധനാലയങ്ങളും ശ്മശാനങ്ങളും ഇപ്പോഴും പ്രവർത്തിക്കുന്നവയാകണം എന്നതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി ശ്രീജിത്ത് വീണ്ടും ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN സംസ്ഥാനത്ത് ആരാധനാലയങ്ങളും സാംസ്കാരിക സംഘടനകളും ചാരിറ്റബിൾ സംഘടനകളും ഒക്കെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പതിച്ചു കൊടുക്കാൻ നേരത്തെ സർക്കാർ ഒരു നീക്കം നടത്തി. ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയ വ്യവസ്ഥകൾ വളരെ കർശനമായിരുന്നു. ഈ വ്യവസ്ഥകൾക്കെതിരെ വലിയ പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് വ്യവസ്ഥകൾ ഉദാരമാക്കിക്കൊണ്ട് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തത്. നേരത്തെ എന്ന് മുതലാണോ ക്ഷേത്രമോ അല്ലെങ്കിൽ ആരാധനാലയമോ മറ്റ് സ്ഥാപനങ്ങളോ തുടങ്ങിയത് അന്നു മുതലുള്ള വരവ് ചിലവ് കണക്കിൻ്റെ രേഖകളൊക്കെ വേണം എന്നായി നിഷ്കർഷമെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. പ്രധാന വ്യവസ്ഥ ഇപ്പോൾ ആരാധനാലയങ്ങളും ശ്മശാനങ്ങളുമാണെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നതാകണം എന്നതാണ്. ഒപ്പം തന്നെ 1990 മുമ്പ് നിലനിന്നതായിരിക്കണം എന്ന നിഷ്കർഷ കൂടിയുണ്ട്. ആരാധനാലയങ്ങൾക്കും ശ്മശാനങ്ങൾക്കും വേണ്ടി 1 ഏക്കർ ഭൂമി വരെ ഇത്തരത്തിൽ പതിച്ച് നൽകും. കായിക സാംസ്കാരിക സംഘടനകൾക്കാണെങ്കിൽ നഗരങ്ങളിൽ 5 സെൻറ്റും ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റികൾ 25 സെൻറ്റും പഞ്ചായത്തുകൾ 50 സെൻറ്റുമാണ് പതിച്ചു നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. കൈവശ ഭൂമിയുടെ പഴക്കമനുസരിച്ച് നിശ്ചിത തോതിൽ പണം ഈടാക്കിക്കൊണ്ടായിരിക്കും ഈ ക്ലബ്ബുകളുടെയും ചാരിറ്റബിൾ സംഘടനകളുടെയും മറ്റും ഭൂമി പതിച്ച്
പതിച്ച് നൽകാൻ പോകുന്നത്. കുത്തക പാട്ടമായോ പാട്ടമായോ കൈവശം വച്ചിരിക്കുന്ന ഭൂമിക്ക് ഇത്തരത്തിൽ പതിച്ചു നൽകാനുള്ള അനുമതി ഉണ്ടാകുന്നില്ല. അപേക്ഷകൾ സ്വീകരിച്ച് കളക്ടർമാരാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് വിശദമായ പ്രപ്പോസൽ നൽകേണ്ടത്. സർക്കാർ അതിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഭൂമി പതിച്ചു നൽകുന്ന തീരുമാനമാണ് എടുക്കുന്നത്. ഇതോടുകൂടി വ്യവസ്ഥകൾ ഉദാരമാക്കിയതോടുകൂടി നിരവധി ഈ രേഖകളില്ലാതെ കിടക്കുന്ന ക്ഷേത്രഭൂമികൾക്ക്, മറ്റ് ആരാധനാലയങ്ങളുടെ ഭൂമികൾക്ക്, ക്ലബ്ബുകൾക്കൊക്കെ ഒരു അടിസ്ഥാനവും ഭൂരേഖകളും ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് 2 പേർ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിൾ, ജോസഫ് എന്നിവരാണ് മരിച്ചത്. 3 പേർ രക്ഷപ്പെട്ടു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു. ഉമേഷ്, ഈ അപകടത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചോ? മുതലപ്പുഴയിൽ നിന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നത്. പറയൂ ഉമേഷ്. എന്തായാലും ഏറ്റവും നമ്മളിപ്പോൾ മുതലപ്പുഴയിൽ എത്തിയതിൽ അഴിമുഖത്താണ് ഈ അപകടം നടക്കുന്നത്. ഈ വൈകിട്ട് ഏകദേശം 6:40 കൂടി മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെയായിരുന്നു ഈ അപകടം. അപ്രതീക്ഷിതമായി തിര ഉയരുകയായിരുന്നു. ആ നമ്മൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. പിറകിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയൊരു തിര വരുന്നു. ഈ വള്ളം തകർന്ന് മുന്നിലേക്ക് വീഴുന്നു. എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ട 3 പേർ ഇപ്പോൾ സുരക്ഷിതരാണ്. 2 പേർ മരിച്ചു. 2 പേരുടെ മൃതദേഹം ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലുണ്ട്. പ്രദേശവാസികൾ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ അപകടം വൈകിട്ട് കണ്ടിരുന്നോ? എന്തായിരുന്നു സംഭവിച്ചത്? ഇതിപ്പോൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ച് 2 പേര് മരണപ്പെട്ടു. ഇപ്പോൾ ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ട് 2 പേര് വെള്ളത്തിൽ കയറി. അവരിപ്പോഴും കടലിലാണ് ഉള്ളത്. മറ്റേ മറിഞ്ഞ വെള്ളം നിവർത്താൻ ശ്രമിക്കുകയാണ്. അതെ, അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ കടലിലാണ് ഉള്ളത്. അവർ കര വന്നിട്ടില്ല. അപ്പോൾ അതാണിപ്പോൾ നിലവിലുള്ള സ്ഥിതി. ഒരാൾക്ക് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, കാലിന് മുറിവ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് വീട്ടിൽ. നിലവിൽ ഈ കുറച്ച് ദിവസമേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലേ? അത് വീണ്ടും കടൽക്ഷോഭമായി. ഈ കടൽക്ഷോഭത്തിൻ്റെ ഇതല്ലേ യഥാർത്ഥത്തിൽ ഈ പൊഴി മുറിച്ച സമയത്ത് ഇവർ മണൽ ഡ്രഡ്ജ് നടത്തിയിട്ടില്ല, ഇതുവരെ നടത്തിയിട്ടില്ല. അന്ന് ഈ പൊഴി മുറിച്ച സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഈ കുന്നുകൂടിയിട്ടിരുന്ന മണൽ മാറ്റാൻ. അന്ന് അവർ തയ്യാറായിരുന്നില്ല. അത് തയ്യാറാവാത്തതിൻ്റെ പ്രതിഫലനമാണ് ഇത് കാണുന്നത്. അല്ലാതെ നമുക്കിപ്പോഴും കടലിന് ശോഭ എന്നുള്ള രീതിയിലല്ല. ആ രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം. അന്ന് മണൽ ഡ്രഡ്ജിങ് നടത്തുക, അല്ലെങ്കിൽ കുന്നുകൂടിയിട്ടിരുന്ന മണൽ ഒഴിവാക്കാത്ത രീതിയിൽ പൊഴി മുറിച്ചപ്പോൾ ഉണ്ടായതാണ്. ബാക്കി പരിക്കേറ്റ 3 പേർക്കും വലിയ ഗുരുതരമായ പരിക്കല്ല അല്ലേ? 2 പേര്. ഒരാളിന് കുറച്ച് പരിക്കുണ്ട് കാലില്. മറ്റു 2 പേർക്കും കുഴപ്പമില്ല. നീന്തിയാണോ മറ്റു വെള്ളത്തിൽ? ഇപ്പം തുടർച്ചയായിട്ട് 1.5 ആഴ്ച കൊണ്ട് 13ഓളം അപകടങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുകയാണ്. പക്ഷേ ഇത് പിന്നെ പൈസ അനുവദിച്ചു. പക്ഷേ ഇതുപോലെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് കൊടുത്തെന്ന് പറഞ്ഞ് അതിന് ഏതവസ്ഥയിൽ നടക്കുമെന്ന്, എപ്പോഴും നടക്കുമെന്ന് നമുക്കൊരു പിടുത്തമില്ല. എന്തായാലും SKN ആശ്വാസകരമായ കാര്യം, ഈ പരിക്കേറ്റതിൽ 2 പേർ, അതായത് കാണാതായി തിരച്ചിൽ നടത്തിയിരുന്ന 2 പേർ, അവർ സുരക്ഷിതരായി മറ്റൊരു വള്ളത്തിൽ കയറി എന്നുള്ളതാണ്. പരിക്കേറ്റ 2 പേർ, അതായത് മൈക്കിളും ജോസഫുമാണ് മരിച്ചത്. ജിനു ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ജിനുവിൻ്റെ കാലിലാണ് പരിക്കുള്ളത്. ജിനുവിൻ്റെ പ്രാഥമിക ചികിത്സ ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും 2 പേരുടെ മരണം അത് ദാരുണമായ സംഭവമാണ്. ഇവിടെ നിന്ന് ഉച്ചയോടുകൂടി മത്സ്യബന്ധനത്തിന് പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പിൽ ഇവിടുന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഉമേഷ്, ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞോ? പരിക്കേറ്റത് ഒരാൾ ജിനു എന്ന ആളാണ്. ജിനുവിന് കാലിലാണ് പരിക്കേറ്റത്. അത് കാര്യമായി, അല്ലെങ്കിൽ അത്തരത്തിൽ അനുവിനാണ് പരിക്കേറ്റത്. അനു ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലുണ്ട്. അത് ഗുരുതരമായ പരിക്കല്ല, അതായത് ജീവഹാനി ഉണ്ടാകുന്ന രീതിയിലുള്ള പരിക്കല്ല. എന്തായാലും കാലിന് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ മറ്റു 2 പേർ, അതായത് ജിനു, സുജിത്ത് എന്നിവരാണ് നേരത്തെ വള്ളത്തിൽ നിന്ന് മറിഞ്ഞ് കാണാതായത്. പക്ഷേ അവർക്ക് വലിയ പരിക്കുണ്ടായിരുന്നില്ല. അവർ നീന്തി തന്നെ തൊട്ടടുത്ത മറ്റൊരു വള്ളത്തിലേക്ക് കയറാൻ കഴിഞ്ഞു. അതിനുശേഷം അവർ ഇപ്പോഴും അഴിമുഖത്ത് തന്നെ ഉണ്ട്. അഴിമുഖത്ത് ഈ മറിഞ്ഞ വള്ളം അത് നിവർത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. 2 പേരാണ് മരിച്ചത്. മൈക്കിൾ, ജോസഫ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹവും ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് മുതലപ്പുഴയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് 2 പേർ മരിച്ചു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒഡീഷയിൽ വൈദികരെ ആക്രമിച്ച സംഭവത്തിൽ അക്രമി സംഘത്തെ നയിച്ചയാളുടെ വാദങ്ങൾ ഫാദർ ലിജോ നിരപ്പിൽ തള്ളിക്കളഞ്ഞു. മർദ്ദിച്ചില്ല എന്ന വാദം തെറ്റാണ്. ക്രൂരമർദ്ദനമാണ് അക്രമികൾ നടത്തിയതെന്ന് ഫാദർ ലിജോ നിരപ്പെ 24 പറഞ്ഞു. ആക്രമണത്തിൻ്റെ പുതിയ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടു. 24 ആയിരുന്നു അക്രമി സംഘത്തെ നയിച്ച ജ്യോതിർമയി നന്ദയുടെ പ്രതികരണം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ആണ്. ഈ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം ഫാദറിൻ്റെ. അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ഞങ്ങൾ ആരും തൊട്ടിട്ടേ ഇല്ല എന്നുള്ള ആ ഒരു ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്ത്, ഇന്ന് എനിക്ക് ആ അവിടുത്തെ വില്ലേജിലെ ഒരു പെൺകൊച്ച് ഇവിടെ ആൾക്കാരുടെ എല്ലാം പുറകെ നിന്നുകൊണ്ട്
പതുക്കെ എടുത്ത ഒരു വീഡിയോ എന്ന് വെച്ചാൽ അവരാരും കിട്ടുന്ന വീഡിയോസൊക്കെ അവർ മൊബൈലൊക്കെ തട്ടിപ്പറിച്ചായിരുന്നു. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്ത് ക്രൂരമായിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ പോയ ആ മനുഷ്യനെയും പിന്നെ അച്ഛനെയും ആദ്യം മുമ്പിൽ പോയ മനുഷ്യനെ ശരിക്ക് അടിക്കുന്ന ഒരു രംഗം നല്ല അതിൻ്റെ പിക്ചർ ക്ലിയർ അല്ലെങ്കിൽ തന്നെ എൻ്റെ വോയിസിൽ നിന്ന് എത്രമാത്രം ക്രൂരമായിട്ടാണ് അത് അടിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ നന്ദ ഈ പറയുന്ന ഈ ആൾ തന്നെയാണ് ഈ അടിക്കാനൊക്കെ തുടങ്ങിയത്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ശരിക്കും ചില പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്, ഫാദറിനെ തല്ലിയതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തള്ളിയതേ ഉള്ളൂ എന്നൊക്കെ. എന്താണ് യഥാർത്ഥ വിവരം? തീർച്ചയായും എസ് കെ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അക്രമി സംഘത്തെ നയിച്ച ജ്യോതിർമയി നന്ദ എന്നയാളെ നേരിൽ പോയി കണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് താൻ മർദ്ദിച്ചിട്ടില്ല, നിങ്ങൾ എന്തിനാണ് മർദ്ദിച്ചത് എന്ന ചോദ്യത്തിന് മർദ്ദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതപരിവർത്തനം ആരോപിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് തടഞ്ഞു നിർത്തി ബാഗുകൾ പരിശോധിച്ചപ്പോൾ വൈദികരുടെ ബാഗിൽ നിന്ന് ബൈബിൾ കണ്ടു, അതുകൊണ്ടാണ് മതപരിവർത്തനമാണ് എന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നത് എന്ന വിചിത്രവാദമാണ് ജ്യോതിർമയി നന്ദ നമ്മളോട് പറഞ്ഞത്. 24-ലൂടെ പുറത്തു വന്ന ഈ ദൃശ്യങ്ങൾ കണ്ടാണ് ഫാദർ ലിജോ നിരപ്പേൽ വീണ്ടും നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ജ്യോതിർമയി നന്ദ പറയുന്നത് നുണയാണ്, മർദ്ദനം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പുതിയ ദൃശ്യങ്ങൾ കൂടി തന്റെ കൈവശമുണ്ട്. അന്ന് ഈ അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ ഗ്രാമവാസികൾ ഒരാൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത്. കാരണം വൈദികരുടെ ഫോണും മറ്റും ഈ അക്രമി സംഘം പിടിച്ചെടുത്തിരുന്നു. അവരുടെ കയ്യിലാണ് ഇപ്പോഴും മൊബൈൽ ഫോൺ ഉള്ളത്. ശ്രീനാഥനാണ് മുംബൈയിൽ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു അടിയന്തരമായ ഒരു വാർത്ത വരുന്നുണ്ട്. വാൽപ്പാറയിൽ വീണ്ടും കുട്ടിയെ പുലി കടിച്ചു കൊന്നു. അസം സ്വദേശികളുടെ 8 വയസ്സുള്ള കുട്ടിയാണ് പുലി കടിച്ചു കൊന്നത്. വേവർലി എസ്റ്റേറ്റിലാണ് ഈ സംഭവം നടന്നത്. നൂറുൻ ഇസ്ലാം എന്ന കുട്ടിയാണ് മരിച്ചത്. നേരത്തെയും ഈ പുലിയുടെ ആക്രമണം ഒരു കുഞ്ഞിൻ്റെ വീട്ടിനുള്ളിലേക്ക് കടന്നിയെന്ന് ഒരു പുലി കുഞ്ഞിനെ ആക്രമിച്ചിരുന്നു. അന്ന് ആ കുഞ്ഞ് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ ബോർഡറിലുള്ള ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വീണ്ടും പുലി കുഞ്ഞിനെ കടിച്ചു കൊന്ന സംഭവം വരുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. നിമിഷപ്രിയ കേസിൽ സഹോദരൻ്റെ വാദം തള്ളി തലാൽ ആക്ഷൻ കൗൺസിൽ സ്പോക്ക് പേഴ്സണായിരുന്ന യമൻ ആക്ടിവിസ്റ്റ് സർഹാൻ ഷംസാൻ. കാന്തപുരത്തിൻ്റെയും ഷൈഖ് ഹബീബ് ഉമറിൻ്റെയും ഇടപെടലുകൾ കേസിൽ വളരെ ഗുണം ചെയ്തു. മതപണ്ഡിതരുടെ ഉന്നത ഇടപെടലിലൂടെ വധശിക്ഷ റദ്ദായിട്ടുണ്ടെന്നും മോചനത്തിലുള്ള വഴികൾ തുറക്കുന്നുവെന്നും സർഹാൻ ഷംസാൻ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പുകഴ്ത്തി കെ മുരളീധരൻ നടത്തിയ പരാമർശം ഇന്നത്തെ ശ്രദ്ധേയമായ പ്രതികരണങ്ങളിൽ ഒന്നാണ്. വി ഡി സതീശനെയും തന്നെയും ചിലർ പിൻബെഞ്ചിൽ ഇരുത്തിയെന്ന് കെ മുരളീധരൻ. അന്ന് തങ്ങളെ പിൻബെഞ്ചിൽ ഇരുത്തിയ ആളുകൾ ഇന്ന് പിൻബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ്. കെ കരുണാകരൻ്റെ ശാപമേൽക്കാത്ത ആളാണ് വി ഡി സതീശൻ. അതുകൊണ്ട് ഇനിയും ഉയർച്ചകൾക്ക് അർഹനാണെന്നും സതീശനെ വേദിയിലിരുത്തി കെ മുരളീധരൻ. ഞങ്ങൾ രണ്ടുപേരും നിയമസഭയിൽ 8 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. ഈ 8 വർഷക്കാലവും ഞങ്ങൾ രണ്ടുപേരും പിൻബെഞ്ചുകാരായിരുന്നു. ഞങ്ങളെ പിൻബെഞ്ചിൽ ഇരുത്തിയത് പിന്നീട് പിൻബെഞ്ചിലായി. അത് ചരിത്രത്തിൻ്റെ ഭാഗം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ആരെ എത്ര കഴിവുള്ളവരെ മാറ്റി നിർത്തിയാലും അവർ സ്വയം മുന്നോട്ട് വരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് തേടിയെത്തിയത്. പിന്നെ അദ്ദേഹത്തിനൊരു ഗുണമുള്ളത്, ഏതായാലും ലീഡർഷിപ്പ് കെ കരുണാകരൻ്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം. അർത്ഥം വെച്ച് പറഞ്ഞതാണ് എന്ന് മനസ്സിലായി. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു.